students, welcome back to Bosco Campus Vision. In the previous sessions, we were dealing with options. So now we are moving on to the fourth and the last type of derivative, that is swaps. So in this session, we will look into the meaning of swaps and the two main types of swaps, that is interest rate swaps and currency swaps. So swap is a trading instrument which is a combination of forwards by two counterparties. It has all the characteristics of a forward contract and it is always traded over the counter. So we have already discussed the other three types of derivatives, that is forwards, futures and options. And in that only futures and options are traded on recognized stock exchanges. They have a separate segment known as the F&O segment and they are traded on recognized stock exchanges. Whereas forwards are local contracts and they are always traded over the counter. And the swap is said to be a derivative which has all the characteristics of a forward contract. It is also traded over the counter. So 4 type of derivatives ഫോർവേഡ്സിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് സ്വാപ്സ് എന്ന് പറയുന്നത്. സോ സ്വാപ്സും ഫോർവേഡ്സ് പോലെ ഓവർ ദ കൗണ്ടറിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല സ്വാപ്സും ട്രേഡ് ചെയ്യുന്നത്. സോ സ്വാപ്സിൻ്റെ ഡീറ്റെയിൽഡ് മീനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ നോക്കാം. ക്ലാസ് മാറുന്നതിനെ പറ്റി പറയണായിരുന്നു. ഹലോ 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 ആ ക്ലാസ് മാറാൻ താല്പര്യമുണ്ടോ സയൻസിലോട്ട്? അതെന്താ, സയൻസിലല്ലോ പകർച്ചവ്യാധി ഉണ്ടോ? ബയോ സയൻസ് ഓ കമ്പ്യൂട്ടർ സയൻസ്? ബയോളജി. വെയിറ്റ്, സമ്മതിച്ചോ? എന്ത് പണ്ടാറോണവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്ക് ഒരു പഞ്ച് ഡെയിലോകും. എടാ ഇവനെ വേറെ ആരും കൊണ്ടുപോകാണ്ട് നോക്കിക്കോളണോട്ടാ. അവന്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്. സോ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇതാണ്. 2 സ്റ്റുഡൻസ് +2 വേണ്ടിയിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തു. പക്ഷേ അവർക്ക് കിട്ടിയത് അവർക്ക് ഇഷ്ടമില്ലാത്ത 2 സ്ട്രീമുകളാണ്. അവർക്ക് മുമ്പോട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത 2 സ്ട്രീമുകളാണ് അവർക്ക് അവിടെ കിട്ടിയത്. എന്നാലും അവരവിടെ അഡ്മിഷൻ എടുത്തു. പിന്നീട് ഇവർ 2 പേരുടെയും ഒരു മ്യൂച്വൽ കൺസെൻറ്റിൽ ഇവർ ആ സ്ട്രീംസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇവർക്ക് താല്പര്യമുള്ള സ്ട്രീംസ് ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഒരാൾക്ക് ഇഷ്ടമുള്ള ബയോ സയൻസ് എടുക്കുകയും ചെയ്തു, മറ്റേയാൾക്ക് താല്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് എടുക്കുകയും ചെയ്തു. സോ ഇവിടെയും സ്ട്രീം ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ മറ്റൊരാൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അവർ സ്ട്രീംസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തത്. സോ ഇതേ ഒരു കൺസെപ്റ്റാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. A swap is a derivative contract or private agreement between two parties to exchange cash flows in the future according to a pre-arranged formula. സോ സ്വാപ്പ് എന്ന് പറയുന്നത് 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു പ്രൈവറ്റ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മുൻകൂട്ടി തീരുമാനിക്കുന്നത് പോലെ ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്ത് കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് സ്വാപ്സ് എന്ന് പറയുന്നത്. സോ നേരത്തെ അവരവിടെ സ്ട്രീംസ് ആണ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസ് ആണ്. 2 പാർട്ടീസും അവർക്കുണ്ടാവുന്ന വേരിയസ് ക്യാഷ് ഫ്ലോസ് ആണ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ 2 പാർട്ടീസ് തമ്മിലുള്ള ഈ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്, കറൻസി സ്വാപ്സ്, കൊമോഡിറ്റി സ്വാപ്സ് ആൻഡ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റുകളുടെ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. കറൻസി സ്വാപ്പ് എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് കറൻസീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്. കറൻസി സ്വാപ്പിൽ പ്രിൻസിപ്പളും എക്സ്ചേഞ്ച് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റും എക്സ്ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് കൊമോഡിറ്റി സ്വാപ്പ് എന്ന് പറയുമ്പോൾ അണ്ടർലൈങ് അസറ്റായിട്ട് ഒരു കൊമോഡിറ്റി ഉണ്ടാവും. പക്ഷേ ആ കൊമോഡിറ്റിയുടെ ആക്ച്വൽ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അത് അണ്ടർലൈങ് അസറ്റായിട്ട് വെച്ച് അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ് അല്ലെങ്കിൽ CDS എന്ന് പറയുമ്പോൾ ബയർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ക്രെഡിറ്റ് ഡിഫോൾട്ടൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സ്വാപ്സ് ആണ് CDS എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് സ്വാപ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആൻഡ് കറൻസി സ്വാപ്സ്. സോ വി വിൽ ലുക്ക് ഇൻ ടു ഡീറ്റെയിൽ about these 2 types of swaps. So the first one is interest rate swaps. An interest rate swap is a type of derivative contract through which 2 counterparties agree to exchange one stream of future interest payments for another based on a specified principal amount. സോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്യൂച്ചറിൽ
രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊള്ളാം എന്നുള്ളൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് പ്രിൻസിപ്പൽ എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് യൂഷ്വലി ഇൻക്ലൂഡ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എ ഫ്ലോട്ടിംഗ് റേറ്റ്. സോ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേറ്റും സെക്കൻഡ് ഒന്നെന്ന് പറയുന്നത് ഒരു വേരിയബിൾ റേറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ്. സോ ഫിക്സഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ആ ലോൺ കൊടുക്കുന്ന ലെൻഡർ അല്ലെങ്കിൽ ബാങ്ക് ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ ലോൺ എമൗണ്ട് റീപേ ചെയ്ത് തീരുന്നത് വരെ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 6%, 8% ആണെങ്കിൽ ആ ലോൺ പീരീഡ് തീരുന്നിടം വരെ അദ്ദേഹം ആ 6%, 8% ആയിരിക്കും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്. അതേസമയം ഫ്ലോട്ടിംഗ് റേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റിൻ്റെയും എക്കണോമിയുടെയും കണ്ടീഷൻസ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം കൂടും, ചിലപ്പം കുറയും. അതിനൊരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ബേസ് റേറ്റ് ഉണ്ടാവും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വേരിയബിൾ റേറ്റ് മാറുന്നത്. സോ ചില വ്യക്തികൾക്ക് ഫിക്സഡ് റേറ്റ് ആയിരിക്കും താല്പര്യം, ചിലവർക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ആയിരിക്കും താല്പര്യം. സോ ഈ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ അക്ബർ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയാണ്. അവർ ബിസിനസ്സിൻ്റെ ഫെർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു ബാങ്കിൽ നിന്നും 20 ലക്ഷം രൂപ ബോറോ ചെയ്തു. സോ 20 ലക്ഷം രൂപ ലോണായിട്ട് എടുത്തപ്പോൾ അവരൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സെലക്ട് ചെയ്തത്. 8% എന്നുള്ളൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അക്ബർ ലിമിറ്റഡ് സെലക്ട് ചെയ്തത്. സോ ഇതേ സമയം തന്നെ ജെയിൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി അവരുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് വേറൊരു ബാങ്കിൽ നിന്നും 20 ലക്ഷം രൂപ ലോൺ എടുത്തു. പക്ഷേ അവർ സെലക്ട് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ രണ്ട് കമ്പനീസും കുറച്ച് നാൾ അവരുടെ ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നി. സോ അക്ബർ ലിമിറ്റഡ് വിചാരിച്ചു ഇപ്പോൾ എക്കണോമി എന്ന് പറയുന്നത് വളരെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. സോ അപ്പോൾ നമ്മുടെ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയ 8% വളരെ കൂടിയ ഒരു എമൗണ്ടാണ് നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി ഇവർ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ജെയിൻ ലിമിറ്റഡ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. സോ അവർക്കൊരു ഫിക്സഡ് റേറ്റ് ആണ് ഇനി താല്പര്യം. സോ ഇവർ രണ്ടുപേരും ഒരു ബ്രോക്കർ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ തമ്മിൽ മീറ്റ് ചെയ്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ സ്വാപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ഈ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്വാപ്പ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് ഇവർ തമ്മിൽ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് ചെയ്തു കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ വരും. സോ ഇവർ ലോൺ എടുത്ത രണ്ട് ബാങ്കുകളും ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല. ഈ എഗ്രിമെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരാണ്. ഈ രണ്ടുപേര് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ടുപേരും എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 20 lakhs rupees ആണ്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ആ ഇൻട്രസ്റ്റ് റേറ്റുകൾ മാത്രമാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അക്ബർ പേയ്സ് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ടു ജെയിൻ ലിമിറ്റഡ് ആൻഡ് ജെയിൻ ലിമിറ്റഡ് ഇൻ റിട്ടേൺ പേയ്സ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ടു അക്ബർ ലിമിറ്റഡ്. സോ എഗ്രിമെൻ്റ് പ്രകാരം അക്ബർ ജെയിന് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യും, ജെയിൻ ഇൻ റിട്ടേൺ ആയിട്ട് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അക്ബറിന് പേ ചെയ്യും. സോ ദിസ് ഈസ് ദ മെയിൻ ആക്ടിവിറ്റി കണ്ടക്റ്റഡ് ഇൻ എ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്. Next is currency swaps. A currency swap, sometimes referred to as a cross-currency swap, involves the exchange of interest and principal in one currency for the same in another currency. The interest payments are exchanged at fixed dates through the life of the contract. സോ നേരത്തെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കറൻസി സ്വാപ്സിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും. സോ നമുക്കറിയാം ഓരോ കൺട്രീസിനും ഓരോ കറൻസീസ് ആണ്. സോ ഇവിടെ കൺട്രീസ് തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കറൻസിയിലുള്ള പ്രിൻസിപ്പൽ റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും മറ്റൊരു കറൻസിയിലുള്ള പ്രിൻസിപ്പൽ റേറ്റിനും ഇൻട്രസ്റ്റ് റേറ്റിനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. സോ ഈ ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ കറൻസി സ്വാപ്പ് അല്ലെങ്കിൽ ക്രോസ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. സോ കറൻസി സ്വാപ്പിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. So an US company wants to expand its business in India and needs to borrow rupees 70 crore from Indian banks.
And at the same time, why an Indian company wants to expand its business in US and needs to borrow $10 million from US banks. സോ എക്സ് എന്ന് പറയുന്നത് ഒരു US കമ്പനിയാണ്. സോ അവർക്ക് ഇന്ത്യയിലേക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. സോ അവർക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമേ ആ ഒരു എമൗണ്ട് ബോറോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോണായിട്ട് 70 crore rupees ഇന്ത്യൻ ബാങ്ക്സിൽ നിന്ന് ബോറോ ചെയ്യണം. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനീസിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10%, ഫോറിൻ കമ്പനീസിന് 14% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ എക്സ് ഒരു ഇന്ത്യൻ കമ്പനി ആയിരുന്നെങ്കിൽ അവർക്ക് 10% ലോൺ കിട്ടിയേനെ. പക്ഷേ അവരൊരു US കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ 14% വേണം ആ ലോൺ ബോറോ ചെയ്യാൻ. സോ അറ്റ് ദ സെയിം ടൈം വൈ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കമ്പനി അവർക്ക് US അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് അവർക്ക് $10 million US ബാങ്ക്സിൽ നിന്ന് ബോറോ ചെയ്യണം. സോ US മാർക്കറ്റിൽ US കമ്പനീസിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9% ആണ്, ഫോറിൻ കമ്പനീസിന് 12% ആണ്. സോ വൈ ഒരു US കമ്പനി ആയിരുന്നെങ്കിൽ അവർക്ക് 9% ലോൺ കിട്ടിയേനെ. ഫോറിൻ കമ്പനി ആയതുകൊണ്ട് ഇവർക്ക് 12% കൊടുത്താലേ ആ ഒരു ലോൺ കിട്ടത്തുള്ളൂ. സോ ഈ രണ്ട് പാർട്ടീസിൻ്റെയും ആവശ്യം സെയിം ആണ്, പക്ഷേ കറൻസീസും വ്യത്യാസമാണ്, ഇൻട്രസ്റ്റ് റേറ്റുകളും വ്യത്യാസമാണ്. സോ മറ്റൊരു കറൻസിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പാർട്ടീസും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടോ ഒരു ബ്രോക്കർ വഴിയോ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. സോ ഈ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിനാണ് നമ്മൾ കറൻസി സ്വാപ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി എക്സ് എന്ന് പറയുന്നത് ഒരു US കമ്പനിയാണ്. സോ US കമ്പനീസിന് US നിന്ന് 9% ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺ കിട്ടും. അതേസമയം വൈ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനീസിന് ഇന്ത്യയിൽ നിന്നും 10%ന് ലോൺ കിട്ടും. സോ കമ്പനി വൈക്ക് വേണ്ടത് $10 million ആണ്. സോ കമ്പനി വൈക്ക് വേണ്ടി കമ്പനി എക്സ് US നിന്നും 9% ഇൻട്രസ്റ്റ് റേറ്റിന് $10 million ബോറോ ചെയ്യും. അതുപോലെ കമ്പനി എക്സിന് ഇന്ത്യയിലെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയത് 70 crore rupees ആണ്. സോ കമ്പനി എക്സിന് വേണ്ടിയിട്ട് കമ്പനി വൈ ഇന്ത്യയിൽ നിന്നും 10% ഇൻട്രസ്റ്റ് റേറ്റിന് 70 crore rupees ബോറോ ചെയ്യും. സോ ഇവർ ഈ എമൗണ്ട്സ് ബോറോ ചെയ്തതിന് ശേഷം ഈ പ്രിൻസിപ്പൽ എമൗണ്ട്സ് ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. എക്സ് ബോറോ ചെയ്ത $10 million വൈക്ക് കൊടുക്കുകയും വൈ ബോറോ ചെയ്ത 70 crore rupees എക്സിന് കൊടുക്കുകയും ചെയ്യും. സോ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ്. രണ്ടുപേരും തമ്മിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതേസമയം മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം കൂടി നിൽക്കാം, കുറഞ്ഞു നിൽക്കാം. ഒരു ഡോളറിന് ചിലപ്പോൾ 73 രൂപ 75 രൂപയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് $1 = 70 Indian rupeesനാണ് ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത പോലെ എക്സ് വൈക്ക് വേണ്ടി 9% ഇൻട്രസ്റ്റ് $10 million കോൺട്രാക്ട് പീരീഡിൻ്റെ ത്രൂ ഔട്ട് പേ ചെയ്യും. വൈ എക്സിന് വേണ്ടിയിട്ട് 10% ഇൻട്രസ്റ്റ് 70 crore rupeesന് ത്രൂ ഔട്ട് ദ കോൺട്രാക്ട് പേ ചെയ്യും. സോ ഇവിടെ കറൻസി സ്വാപ്സിൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും ഒരേപോലെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്വാപ്പ് പീരിയഡ് ദേ എക്സ്ചേഞ്ചസ് ദ സ്വാപ്ഡ് പ്രിൻസിപ്പൽ എമൗണ്ട്. സോ കോൺട്രാക്റ്റ് തീരുന്ന ദിവസം ഇവർ തമ്മിൽ തിരിച്ച് ആ പ്രിൻസിപ്പൽ എമൗണ്ട്സ് പേ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. വൈ $10 million തിരിച്ച് US കമ്പനിയായ എക്സിന് തിരിച്ച് നൽകും. എക്സ് അതുപോലെ 70 crore rupeesന് ഇന്ത്യൻ കമ്പനിയായ വൈക്ക് തിരിച്ച് നൽകും. സോ ഈ എക്സ്ചേഞ്ച് നടക്കുന്നതും ഒരു സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ്. അവർ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന $1 = 70 Indian rupees എന്നുള്ളൊരു സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിനാണ് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. സോ സ്പോട്ട് എക്സ്ചേഞ്ച് റിസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പാർട്ടീസ് തമ്മിൽ ഡിഫോൾട്ട് ഒന്നും വരത്തില്ല. സോ ഇതെന്ന് പറയുന്നത് ഇവർ രണ്ട് പാർട്ടീസും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്ത എഗ്രിമെൻറ്റിൻ്റെ സിറ്റുവേഷനാണ് പറഞ്ഞത്. ഇനി ഇൻ കേസ് ഇവിടെ ഒരു ബ്രോക്കർ ഉണ്ടെങ്കിൽ ആ ബ്രോക്കർ ആയിരിക്കും ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്നും ഈ എക്സ്ചേഞ്ച് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. സോ ആ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ അദ്ദേഹം ഒരു ഫീസും ചാർജ് ചെയ്യും. സോ ഒരു ബ്രോക്കറിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് ഒരു കറൻസി സ്വാപ്സിൽ ഏർപ്പെടാം. മിക്ക പാർട്ടീസും ബ്രോക്കേഴ്സിനെ വെക്കാറുണ്ട്. ബിക്കോസ് ഇത് രണ്ട് കൺട്രീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്, രണ്ട് ടൈപ്പ് ഓഫ് കറൻസീസ് ആണ്. സോ എന്തെങ്കിലും ഒരു കോൺട്രാഡിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഫീസ് കൊടുത്ത് ഒരു ബ്രോക്കേഴ്സ് വഴിയായിട്ടാണ് കറൻസി സ്വാപ്സ് നടത്തുന്നത്. So this is the main activity that takes place in a currency swaps. So in this session we discussed the meaning and the concept of swaps and the two main types of swaps, that is interest rate swaps and currency swaps. Hope all are clear with the topic. Thank you.